വിശാലമായ രുചികളുടെ ലോകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള. ഇതാണൊരു ഗുണം, മനോഹരമായ പ്രകൃതി ഭംഗി. നമ്മളിനി കാട്ടിക്കുളത്തേക്കാണ് പോകുന്നത്. അവിടെ ചില നാടൻ ടേസ്റ്റുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ ഈ വനത്തിൻ്റെ മധ്യത്തിലൂടെ കുറേ നേരമായിട്ട് ഇങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തിനാണ് ഈ ചെറുക്കൻ കിടന്ന് ഓടുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ടേസ്റ്റുള്ള ഒരു കാര്യത്തിലും ഞാൻ കോംപ്രമൈസ് ചെയ്യാറില്ല. ടേസ്റ്റുള്ള സാധനങ്ങളുടെ സീക്രട്ട് അന്വേഷിക്കുന്ന കാര്യത്തിലും. നമ്മളിന്ന് പോകുന്ന കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ സീക്രട്ട് തേടിയിട്ടാണ്. താല്പര്യമില്ലേ? ഈ കുട്ടേട്ടൻ്റെ ഷോപ്പ് അറിയോ? ഇത് തന്നെയാണോ? കുട്ടേട്ടൻ ആരാ? ശരി. അമൃത TV കലേഷ്. ഉണ്ണിയപ്പം ഉണ്ടോ? ഒരു ദിവസം എത്ര ഉണ്ണിയപ്പം പോകും? 500 ഉണ്ണിയപ്പം. ഈ ടേസ്റ്റാണ് ഈ 500 ഉണ്ണിയപ്പം പോകാനുള്ള കാരണം. ഇതിൻ്റെ സീക്രട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. കുട്ടേട്ടൻ എങ്ങനെയാണ് തുടങ്ങിയത്? ചെറുപ്പത്തിൽ അമ്മയെല്ലാം ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്, അങ്ങനെ തുടങ്ങിയതാണ്. ആദ്യം കുറച്ചേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു 7 ഉണ്ടാക്കുന്ന ഒരു ചട്ടിയിലായിരുന്നു. പിന്നെ ഒരു ചട്ടിയും കൂടി അതുപോലത്തെ മേടിച്ച് അപ്പൊ അതെല്ലാം ഒഴിവാക്കിയിട്ട് 25 ഒന്നായിട്ട് ഉണ്ടാക്കുന്ന ഒരു ചട്ടി. കസ്റ്റമേഴ്സ് എങ്ങനെയാണത്? ഇതിങ്ങനെ ഇങ്ങനെ ഒരിക്കലും മേടിച്ച ആൾക്കാർ ഇങ്ങനെ കൊടകലൊന്നും അവിടെ നിന്ന് ഇവിടെ കർണാടകയിൽ നിന്നെല്ലാം വന്നിട്ട് ഇങ്ങനെ എന്ന് വെച്ചാൽ ഇവിടെ തൊട്ടടുത്ത് വനം മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പൊ ഈ യാത്രക്കാരാണ് ഇത് വാങ്ങുന്നത്. അമ്പലത്തിലേക്ക് വരുന്ന ആളുകളും ഒക്കെയാണ്. ശരി. തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് വരുന്ന ആൾക്കാരും പിന്നെ അത്യാവശ്യം കൊടകിലേക്ക് പോകുന്ന ആളുകൾ, കൊടകുന്ന് വരുന്ന ആളുകൾ. ഇപ്പോഴത്തെ ഇതിന്റെ ഒരു സീക്രട്ട് കൂട്ടുണ്ടല്ലോ, ഇത് ആരുടെ അടുത്ത്? അമ്മയുടെ ഇതാണ് പൊടിച്ചത്. പക്ഷെ എന്താ ചെയ്ത് ഈ മില്ല് കൊണ്ടേ പൊടിച്ച് കൊടുത്താൽ ശരിയാവുന്നില്ല. ഇവിടെ തന്നെ നമ്മള് പഴയ കാലത്ത് ഇങ്ങനെ ഉരലെല്ലാം ഇട്ട് കുത്തലായിരുന്നു, അങ്ങനെ കുത്തി. അപ്പൊ ഇപ്പോഴും ഇടിച്ചെടുക്കുന്നതാണ്? ഇപ്പോൾ ഇടിച്ചെടുക്കുന്നത്. ഇതല്ലാതെ വേറെ എന്തൊക്കെയാണ്? ഇവിടെ മോരുണ്ടാവും, പിന്നെ ചായ ഉണ്ടാവും, പിന്നെ രാവിലെ ഇഡ്ഡലി ഒക്കെ ഉണ്ടാവും. ഇഡ്ഡലി ഉണ്ടാവും. വേറെ ഊണൊന്നുമില്ല? ഊണിന്റെ ഏർപ്പാടൊന്നുമില്ല. പിന്നെ ഇപ്പൊ മോരുണ്ട്, ചായ ഉണ്ട്. ഒരു മോരെടുത്താലോ? ഒരു മോരായിക്കട്ടെ. നല്ല ഉഗ്രമോരെന്ന് പറഞ്ഞാൽ അസൽ മോര്. നല്ല എരിവും കറിവേപ്പിലൊക്കെ ഉണ്ട്. കറിവേപ്പിലൊക്കെ ഇതെങ്ങനെ ഇത് ചേർക്കുന്ന? അരച്ചാണോ ചേർക്കുന്നത്? വെറുതെ ഇടുന്നുണ്ട്. ഇഞ്ചി പിന്നെ എന്തൊക്കെയാണ് ചേർക്കുന്നത്? ഇഞ്ചി, പച്ചമുളക്, പിന്നെ കറിവേപ്പില അതിൻ്റെ മുകളിലിടും അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. റിയൽ റിഫ്രഷർ മോര്. കണ്ടോ, അടി കാണാൻ പറ്റുന്നുണ്ട്. ഇഞ്ചിയും പച്ചമുളകൊക്കെ അരച്ചതാണ്.
കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പം പോലെ തന്നെ പ്രത്യേകതകളാണ് ജീവിതവും. ഈ കാട്ടിൻ്റെ ഇടയിൽ തനിച്ചാണ് താമസം. അതുപോലെ തന്നെ വീടുണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ, ഈ മുള ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അതിൽ മണ്ണ് തേച്ച് അതിൽ ചാണകം മെഴുകിയേക്കാണ്. അങ്ങനെയാണ് ചുവരുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ മതിലല്ലേ? ഇതാണ് ഇവിടുത്തെ മതിൽ. ആന വരാതിരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഉണ്ടാക്കി തന്നതാണ്. ആന വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണമൊക്കെ ഉണ്ടോ? ആക്രമണം ധാരാളമുള്ള സ്ഥലമാണ് ഇവിടെ. ശരി, പുലി ധാരാളമുണ്ട്. ശരി. എന്തെങ്കിലും ഇവിടെ ഇതുവരെ വന്നിട്ടുണ്ടോ? ഇതുവരെ 3-4 പശുക്കളെ ഇവിടുന്ന് നരി പിടിച്ച് കൊണ്ടുപോയതാ. ആടിനെയും നരിയെല്ലാം പിടിച്ചു. വലിയ പശുവിനെ? വലിയ പശുവിനെ. ശരി. അപ്പോൾ അതിനാണ് ഇത്രയും വലിയ മതില്. ഇവിടെ ട്രെഞ്ചും ഉണ്ട് അല്ലേ? ട്രെഞ്ചുണ്ട്. ആനയൊക്കെ പണ്ട് ധാരാളം വരുമായിരുന്നു. ശരി. എത്ര വർഷം ഇവിടെ താമസം തുടങ്ങി? ഇവിടെ 14 കൊല്ലം സ്ഥിരമായിട്ട് താമസം. ശരി. അപ്പോൾ പേടിയൊന്നുമില്ല? ചെറിയ പേടിയുണ്ട്. ഇതിപ്പോൾ എവിടെ നിന്നാണ് ഈ വെള്ളം കൊണ്ടുവന്നിരിക്കുന്നത്? അത് ഇവിടുന്ന് കോട്ടിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറത്ത്. 2.5 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് കൊണ്ടുവന്നത്. ശരി. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 2 കിലോമീറ്റർ ദൂരെ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്. പിന്നെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കൊണ്ടുവരുന്ന പലതും പല ഭാഗങ്ങളിൽ നിന്നാണ്. മൈസൂരിൽ നിന്നുണ്ട്, പിന്നെ കുറ്റ്യാടിയിൽ നിന്നുണ്ട്. വെളിച്ചെണ്ണ കുറ്റ്യാടിയിൽ നിന്ന്, അരി കൊടക് നിന്നാണ് കൊണ്ടുവരുന്നത്. ഇത്രയും നീളമുള്ളത് ഇത് പഴയ കാലത്തൊക്കെ അവലടിച്ചിരുന്ന ഒരു യന്ത്രമാണ് ഇത്. ശരി. ഇത് തടിയാണല്ലേ? തടിയാണ്. അത് പുളിയാണ്. പുളിമ കൊത്തി എടുത്തേക്കാണ്. അതെ അതെ. ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഇതാണ് അതിന്റെ വർക്ക്. ഇടിക്കാനുണ്ട്. കൊണ്ടുപോവാ. എത്ര ആൾക്കാരുണ്ട് ഒപ്പം വർക്ക് ചെയ്യാൻ? ഇവിടെ ഞങ്ങൾ കുടുംബക്കാർ, അച്ഛനും അമ്മയും മക്കളും മാത്രം തന്നെ ഉള്ളൂ. പുറത്തുനിന്ന് ആരും അങ്ങനെ എല്ലാം സ്വന്തം. ഇപ്പതെല്ലാം നിർത്തിപ്പോയി. മില്ല് വന്നോട് കൂടിയിട്ട് ഇതെല്ലാം പണി. മറ്റേ പഴയ കാലത്ത് നെല്ല് കുത്തലും കാപ്പി ഇടിക്കലും ഒക്കെ ഇതിനകത്ത്. ഇപ്പൊ കൊടകിൽ ചില ദിക്കിൽ മാത്രമുണ്ട്. ഈ കറണ്ട് നിർത്താത്ത പ്രദേശത്ത് ഇതിന് ഏത്തെന്നാ പറയാ. കൊടകിലൊക്കെ പറയും റാട്ടാന്ന് പറയും. ഇവിടെ നമ്മള് ഏത്തെന്നാ പറയല്. ഏത്തവരില്ല. ഇതായിരിക്കും ഇങ്ങനെ ഏത്ത വിടുന്ന പോലെയാണല്ലോ. അതുകൊണ്ടായിരിക്കും ഏത്ത വരില്ലെന്ന്. ഇതിന് വേണ്ടിയിട്ടുള്ള ശർക്കരയും മറ്റും വേറെ എവിടെന്നെങ്കിലും സ്പെഷ്യൽ ശർക്കര മില്ല് അവിടെ നിന്ന് പോയിക്കൊണ്ടിരും. മൈസൂരിൽ നിന്ന്. അപ്പൊ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട്. റിസ്ക് എന്ന് പറയുന്നത്, ആദ്യത്തെ റിസ്ക് എന്ന് പറയുന്നത് ഈ ഉരല് തന്നെയാണ്. രണ്ടാമത് വെളിച്ചെണ്ണ ഒരു സ്ഥലത്തു നിന്നാണ് കൊണ്ടുവരുന്നത്. പിന്നെ അരി വേറൊരു സ്ഥലത്തു നിന്നാണ് കൊണ്ടുവരുന്നത്. ശർക്കര വേറൊരു സ്ഥലത്തു നിന്നാണ്. അപ്പൊ ഇത് പല ഭാഗത്തുനിന്ന് ടേസ്റ്റ് ഉള്ള സാധനങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും ടേസ്റ്റ് ഉള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. എത്ര മക്കളാണ് നിങ്ങൾ? 3 പേര്. ഇപ്പൊ അച്ഛനോടൊപ്പം ഉള്ള? അച്ഛൻ ഞാനും ഏട്ടനും. അപ്പോൾ എത്ര മണിക്ക് എണീറ്റ് രാവിലെ എത്ര മണിക്ക് പണി തുടങ്ങും? രാവിലെ 6 മണിക്ക് തുടങ്ങും. 6 മണിക്ക് തുടങ്ങും. വൈകുന്നേരം എത്ര മണി വരെ ഉണ്ടാവും? വൈകുന്നേരം ഞങ്ങൾ ഉണ്ണിയപ്പം കഴിഞ്ഞാൽ അപ്പം അടയ്ക്കും. ഫെസ്റ്റിവൽ സമയത്തൊക്കെ സ്പെഷ്യൽ ഇടാറുണ്ടോ? ഇടാറുണ്ട്. അപ്പം അന്നൊക്കെ എത്ര എണ്ണം പോകും? അന്നൊക്കെ ഈ കർക്കടവാവ് കുമ്പളൊക്കെ ഉണ്ട് തിരുനെല്ലി അമ്പലത്തിൽ. അപ്പോൾ 1500-2000 ഉണ്ടാക്കും. ശരി. അപ്പോൾ അന്ന് നല്ല പണിയാണ്. അത് നല്ല പണിയാണ്. ഇതിന് പൊടിഞ്ഞതിന് ശേഷം അരിച്ചെടുക്കണം. അരിച്ചെടുക്കണം. നമ്മൾ ചെറിയ വലിയ അരിപ്പം കൊണ്ടാണ് അരിച്ചെടുക്കുന്നത്. അത് ഇവിടെ കിട്ടുന്നത്. നമ്മൾ കോയമ്പത്തൂർ പോയി കൊണ്ടുവന്നതാണ്. സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നതാണ്. ശരി. അപ്പോൾ ഈ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട് ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട്. ഇത് അരിക്കുമ്പോൾ എന്തായാലും കൈ അഴക്കി. ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഘട്ടം തുടങ്ങാൻ പോവാണ്. അരിക്കാൻ പോവാണ്.
നമ്മൾ നേരത്തെ ചെയ്ത് കാലിന് എക്സസൈസ് ആയിരുന്നു, ഇതിപ്പോൾ കൈക്കാണ്, കൈക്ക് നെഞ്ചിന്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഇപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. രണ്ടാമത് ഇത് ഇടിച്ച് രണ്ടാമത് അരിക്കണം. ഇത് അത്രയും നന്നായിട്ട് പൊടിയുണ്ട് അല്ലേ? നന്നായി പൊടിയുണ്ട്. പുട്ടിൻ്റെ അതേ തരി. പുട്ടിൻ്റെ തരി. ഇതൊരു പറഞ്ഞതൊരു ട്രേഡ് സീക്രട്ട് ആണ്. ഈ പുട്ടിൻ്റെ മാവ് പൊടിക്കുന്ന പോലെയാണ് ഇത് പൊടിച്ച് അരിച്ചെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ കുറച്ച് തരിയും കൂടെ കൂട്ടും, അതൊരു സീക്രട്ടാണ്. 10% വലിയ തരിയായിട്ട് കൂട്ടുകയും ചെയ്യും. പിന്നെ അതിൻ്റെ പകുതി തരി എടുക്കുന്നതിൻ്റെ പകുതി തരി വേവിച്ച് ചേർക്കുകയും ചെയ്യും. വേവിച്ച് ആറിയതിന് ശേഷം. ഓ അത് ശരി. 10% തരി ചേർക്കും, പിന്നെ കുറച്ച് തരി 10% തന്നെ വേവിച്ചും ചേർക്കും. ഇനി ഇതിന് വേറെ എന്തെങ്കിലും ചേർക്കാറുണ്ടോ? ഇതിൽ വെല്ലം ചേർക്കുന്നുണ്ട്, പിന്നെ പഴം, പിന്നെ കുറച്ച് ഏലക്കായ ചേർക്കും, പിന്നെ ലേശം പശുനെയ്യ് ചേർക്കുന്നുണ്ട്. ശരി. കുഴക്കുന്ന സമയത്ത് അപ്പൊ ഒരു നറുനെയ്യുടെ മണം വരും. മണം വരുന്നത് മാത്രമേ ഉള്ളു വേവാൻ നല്ലതെന്ന് പറയുന്നത്. ഉഴുന്ന വടയിൽ ഇതിനൊക്കെ ചേർത്താൽ ഉള്ളു. ഓക്കെ ഓക്കെ. വെന്ത് കിട്ടാൻ നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ അതും സീക്രട്ടാ. അടുത്തൊരു ടേസ്റ്റ് സാധനമാണ് ഇപ്പൊ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ശരിയായിട്ട് ആയിക്കോട്ടെ. ഇനി ഇത് തിളയ്ക്കുന്ന സമയത്ത് എന്താ നമ്മൾ ചെയ്യുന്നത്? തിളയ്ക്കുന്ന സമയത്തേക്ക് മാവ് ശരിയാകും. അപ്പൊ മാവ് കുഴക്കുകയാണ്. ഇതില് എത്ര 25 ഉണ്ടാക്കാം? ശരി. അപ്പൊ എന്നാ മാവ് കുഴക്കാം. ഇതിന്റെ 3ാം ഘട്ടമാണ് നടക്കാൻ പോകുന്നത്. ഇതിപ്പോ ശർക്കര ഉരുക്കിയതാണ്, വെല്ലം ഉരുക്കിയത് എന്നാണ് ഇവർ പറയുന്നത്. ശർക്കര ഉരുക്കിയ പാണിയാണ് ഇത്. നമ്മൾ നേരത്തെ അരിച്ചെടുത്ത മാവാണ്. ഇപ്പോൾ ഏകദേശം 2 കിലോ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? 2 കിലോ ഉണ്ട്. അപ്പോൾ 2 കിലോ മാവിന് 1 കിലോ ശർക്കരയാണ്. അപ്പോൾ പകുതി. അപ്പോൾ നമ്മൾ ഒരു നാഴി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അര നാഴി ശർക്കര ചേർത്താൽ മതി. അമ്മയുടെ പേരെന്താ? ഇന്ദിര. അപ്പോൾ നമ്മൾ ഇതിനകത്ത് 2 കിലോ പൊടി അരിമാവ്, പിന്നെ 1 കിലോ ശർക്കര പാനി, 1 കിലോ ശർക്കരയുടെ പാനി അല്ലേ? ഇനി ഏലക്കായ ഇടും, കുറച്ച് ജീരകം, കുറച്ച് പിന്നെ പഴം, പഴം നന്നായിട്ട് ഈ കൈ കൊണ്ട് ഉടയ്ക്കുന്നതാണ് നല്ലത്. ഇതിപ്പോ നമ്മൾ തവി കൊണ്ട് നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. പാളയംതോടൻ പഴം, അല്ലെങ്കിൽ ഇവിടെയൊക്കെ പറയുന്ന മൈസൂർ പഴം എന്നാണ്. 2 കിലോ മാവുണ്ട്, അതിൽ 1 കിലോയുടെ പാണി ചേർത്തു. അതിനുശേഷം ഏലക്കായുടെ പൊടി ഇട്ടു, ചെറിയ ജീരകം നന്നായിട്ട് വറുത്തതിട്ടു. ഇനി 2 പഴം ഉണ്ടോ? 2 പഴം. അപ്പൊ 2 കിലോയ്ക്ക് 2 പഴം, വലിയ പഴം. പിന്നെ ഈ തരി ലേശം വേവിച്ച തരിയുണ്ട്. വേവിച്ച തരിയുണ്ട്. ഇതിന്റെ ഒരു 10%. പിന്നെ ശകലം ഗോതമ്പൊടി ഇടാം. ഇച്ചിരി ഗോതമ്പ്. എന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു മയം കിട്ടാൻ വേണ്ടി. ഈ തേങ്ങ അരിഞ്ഞ് വെച്ച നാളികേരം, കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. ശരി, അത്ര മതി, കുറച്ച് മതി. എന്ന് വെച്ചാൽ 2 കിലോയ്ക്ക് കുറച്ച് നെയ്യ് മതി. അതിൻ്റെ ഉൾഭാഗം വേവുന്നതിന് വേണ്ടിയിട്ടാണ് നെയ്യ് ഒഴിക്കുന്നത്. ഇനി നമുക്ക് വറുത്ത നാളികേരം ചേർക്കണം അല്ലേ? അപ്പോൾ 2 കിലോയ്ക്ക് എത്ര? പകുതി മുറി മതിയോ? ഇളക്കിയിട്ട് ഇനി ഒഴിക്കലാണ് പരിപാടി. അപ്പോൾ ഇനി അവസാന ഘട്ടമാണ്. ഇനി ഒഴിക്കലാണ്. അപ്പോൾ ഇനി നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ മാവ് റെഡിയാണ്. ഇപ്പൊ തന്നെ ഈ ശർക്കര പാനിയുടെ ചൂട് ഇതിനകത്ത് ഇപ്പൊ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി ഇത് വേവിച്ചെടുക്കണം. ഇനി ഉണ്ണിയപ്പമായിട്ട് മാറും, ശ്രദ്ധിച്ചു വേണം. നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കലിന്റെ അവസാന ഘട്ടത്തിലാണ്. ഒരു 25 ഒരേ സമയം 25 ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പാത്രം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ചിരിക്കുകയാണ്. ചൂടുണ്ടോ നോക്കാനായിട്ട് വേണമെങ്കിൽ ഒന്ന് കൈയിട്ട് വെക്കാം. അപ്പോൾ ഒഴിക്കാൻ പോകണം അവസാന ഘട്ടം. അവസാന ഘട്ടം എന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ഘട്ടമാണ്. അപ്പോൾ ഒഴിക്കാം.
ഉണ്ണിയപ്പം ചൂടായി വരുമ്പോഴത്തേക്ക് എണ്ണ തിളച്ച് കിടക്കുകയാണ്. അപ്പോൾ ഒഴിച്ച് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കണം. എന്നാലേ എല്ലാ ഭാഗവും ഈക്വലായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഏരിയ മുഴുവൻ മണമായിട്ടുണ്ട്. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു 2 കിലോമീറ്റർ ചുറ്റളവിൽ നല്ല മണമായിട്ടുണ്ട്. എന്നെപ്പോലെ ശരിക്ക് കൺട്രോളുള്ള ആൾക്ക് മാത്രമേ ഇത് ഒന്ന് പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ ഇവിടെ. അപ്പോൾ ഉണ്ണിയപ്പം വെന്തു. ഇനി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഐശ്വര്യമായിട്ട് നല്ല ടേസ്റ്റി ഉണ്ണിയപ്പം. എന്തായാലും ഇനി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആദ്യം എടുത്തിട്ടതൊക്കെ തണുത്തിട്ടുണ്ട്, കുറച്ച് നല്ല ചൂടുണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. ഇത് സാധാരണ ഞാൻ പുലിക്കുട്ടി എന്നാണ് പറയാറ്. ഇത് ശരിക്കുള്ള സിംഹമാണ് കാട്ടിനിടയിൽ, അല്ലേ? എല്ലാവരും കഴിക്കും. എന്താ ഉഗ്രൻ ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫ്രഷ് ആയിട്ട് അതിൻ്റെ തണുക്കുന്നതിന് മുമ്പ് കഴിച്ചപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ശരി. ഉണ്ണിയപ്പം ഉണ്ണി ആറണം അല്ലേ? ശരി. ഉണ്ണിയപ്പം ഉറങ്ങിയാൽ ഏറ്റവും നല്ലതെന്നാണ്. എന്തായാലും ഉഗ്രൻ. ഇത് ശരിക്കും നല്ല സെൻട്രലാണ്. ഇതിപ്പോൾ വഴിയാത്രക്കാർ മാത്രമല്ലേ വാങ്ങുന്നുള്ളൂ. ഇതൊരു സെൻട്രലായിരുന്നെങ്കിൽ ഒരു ദിവസം ഒരു 1500 എണ്ണം പോയേനെ. കൂടുതൽ പോവും, അതിനേക്കാളും കൂടുതൽ പോവും. കൂട്ടേട്ടാ, ഞാൻ ഇറങ്ങിയാലോ? ഇതുപോലെ കൂട്ടേട്ടാ. ഈ കുട്ടികളുള്ള മുഴുവൻ ഞാൻ എടുക്കും. എന്നുവെച്ചാൽ ഇത് തന്നെ തികയില്ല, എന്നാലും ഇതിലിപ്പോൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം.